അമേരിക്കയിലെ വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യപ്പെടാം, അതുകൊണ്ട് വോട്ടിംഗ് യന്ത്രം നിരോധിക്കണമെന്ന് ഇലോൺ മസ്ക് ട്വീറ്റ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി അതിനനുകൂലമായി വേറൊരു ട്വീറ്റ് ചെയ്യുന്നു. ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രം പരിശോധിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് ഇവിടെ അത് സുരക്ഷിതമല്ല, ഇന്ത്യയിൽ ജനാധിപത്യം നശിക്കുന്നു എന്നൊക്കെ രാഹുൽ ഗാന്ധിയും വേറൊരു ട്വീറ്റ് ചെയ്യുന്നു. ശരിക്കും ഇലോൺ മസ്ക് അമേരിക്കയിലെ വോട്ടിംഗ് യന്ത്രത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഇന്ത്യയിലെ അല്ല. അമേരിക്കയിലെ വോട്ടിംഗ് മെഷീൻ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് ദുരുപയോഗം ചെയ്യപ്പെടാം. ഇന്ത്യൻ വോട്ടിംഗ് മെഷീന് ഇന്റർനെറ്റുമായോ ഏതെങ്കിലും സെർവറുമായോ കണക്ഷനില്ല. ഇന്ത്യൻ വോട്ടിംഗ് യന്ത്രത്തെ മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷന് ട്രാക്ക് ചെയ്യപ്പെടാൻ EVM ട്രാക്കറുമുണ്ട്. രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയും 2014 ഇലക്ഷൻ തൊട്ട് വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറയുന്നുണ്ട്. ഇന്ത്യ പോലുള്ള ജനസംഖ്യ കൂടുതലുള്ള രാജ്യത്ത് ബാലറ്റ് വോട്ടിംഗ് രീതി സമയനഷ്ടമുണ്ടാക്കുന്നതും തിരിമറി നടത്താം എന്നുള്ളതും കൊണ്ടാണ് വോട്ടിംഗ് യന്ത്രം 1980കളിൽ ആദ്യമായി ഇലക്ഷനിൽ ഉപയോഗിച്ചത്. എന്നാൽ 2004 മുതലാണ് ഇന്ത്യയിൽ ജനറൽ ഇലക്ഷൻ ഉപയോഗിക്കുന്നത്. 2004 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നു. 2009 ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ടുകൂടി കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുന്നു. 2013 കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എല്ലാ സീറ്റുകളും തൂത്തുവാരുന്നു. 2014 കോൺഗ്രസ് സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഇന്ത്യയിൽ ഒരുപോലെ ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. 2019 മോഡി അനുകൂല തരംഗം വരുന്നു. വീണ്ടും നരേന്ദ്രമോദി തന്നെ. അപ്പോഴും EVM തിരിമറി പറയുന്നുണ്ട് ഇവർ. 2024 ഭരണ അനുകൂല തരംഗമുണ്ടായിരുന്നു. കോൺഗ്രസും കുറച്ചു മലയാള മാധ്യമങ്ങളും ഈ തരംഗം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പ്രവചിക്കുന്നു. റിസൾട്ട് വരുന്നു. കഷ്ടിച്ച് NDA അധികാരത്തിൽ വരുന്നു. അപ്രതീക്ഷിതമായി കോൺഗ്രസിന് സീറ്റ് കൂടുന്നു. അങ്ങനെ വോട്ടിംഗ് യന്ത്രം തിരിമറി നടത്താമെങ്കിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. അപ്പോൾ 2004 2009 കോൺഗ്രസ് അധികാരത്തിൽ വന്നതൊക്കെ EVM തിരിമറി നടത്തിയിട്ടായിരുന്നു. ഭരണാനുകൂല തരംഗം ഉണ്ടായിരുന്നിട്ട് കൂടി കോൺഗ്രസിന് 99 സീറ്റ് നേടിയത് EVM തിരിമറി നടത്തിയിട്ടാണോ? അഴിമതി നിറഞ്ഞ കോൺഗ്രസിലെ കെടുകാര്യസ്ഥതയും നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയും കൊണ്ടാണ് അവർ അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഉണ്ടയില്ല വെടിമൂലം മിക്കവാറും ഈ തോക്കെടുത്ത് നേതൃത്വത്തിൽ ഇരിക്കുന്നവർ എല്ലാം കൂടി കടലിൽ എറിയാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ ജനാധിപത്യത്തെയും രാജ്യത്ത് നിർമ്മിക്കുന്ന യന്ത്ര സാമഗ്രികളുടെയും വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് എന്നും കോൺഗ്രസ് നിലകൊള്ളുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ, ഘാന, കെനിയ, നമീബിയ തുടങ്ങിയ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലരും ഇന്ത്യൻ വോട്ടിംഗ് യന്ത്രമാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയെയും ഇവിടുത്തെ ജനങ്ങളെയും എല്ലാ തരത്തിലും താറടിച്ചു കാണിച്ച് ലോകത്തിന്റെ മുമ്പിൽ ഇകഴ്ത്തി കെട്ടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്.